എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഞാൻ ഒരുപാട് വർഷമായി ഒരു ഓഡിയോ ലോഞ്ചിങ്ങിനായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പല കാരണങ്ങളാൽ പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട അച്യുതാവതാരം ടീംസ് എനിക്ക് അവരെൻ്റെ സഹോദരന്മാരെ പോലെയും എൻ്റെ പുനീതൊക്കെ എനിക്ക് എൻ്റെ മോനെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ട് ഇത്തിരിയല്ലേ? അതെ, കാരണം ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ചെന്നത്. മൊത്തം കന്നഡയാണ്. എന്ത് ഭാഷ പറയുമോ, എന്താങ്കിലും കാണിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ പുനീതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും എന്നോട് എന്താ പറയുക, ചേർന്ന് തന്നെ നിന്നപ്പോൾ എനിക്ക് ആ വേഷം ഭംഗിയായിട്ട് നമ്മുടെ മാളുവിൻ്റെ അമ്മയായിട്ട് അത് ചെയ്യാൻ സാധിച്ചു. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അതിന് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും അത്ര പിടിക്കണ്ടായിരുന്നില്ല. അപ്പോൾ രുദ്രയൊക്കെ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് രാകേഷാണേലും രമേശാണേലും രുദ്രയാണെങ്കിലും അതായത് അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും എൻ്റെ അടുത്ത് പെരുമാറിയത്. ഞാനും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്യുതാവതാരത്തിന് കാത്തു നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു ഇവരോട്, എന്തുകൊണ്ട് നിങ്ങൾ മലയാളം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മലയാളം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റ വാക്കാണ്, അത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, മലയാളത്തെ അത്രയധികം സ്നേഹിക്കുന്നു, മലയാളത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഭാഷ അവിടെ ഉണ്ട്, കന്നഡ. എന്നിട്ടും അവർ മലയാളത്തിലേക്ക് എന്താ പറയണ്ടേ, ഒരു റിസ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വന്ന നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാ നന്മകളും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാളു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് മലയാളം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട പുനീതിനും എല്ലാ ക്രൂവിനും നല്ലൊരു തുടക്കമാവട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. എല്ലാവരോടും നന്ദി, നമസ്കാരം.